എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണി കാതലൻ സിനിമകളുടെ ഒഫീഷ്യൽ OTT തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രിയും ഈ ആഴ്ചയും റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം വന്ന സിനിമയായിരുന്നു ഓശാന. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടു. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ന് മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ആഴ്ചയായിരിക്കും ഓശാന എന്ന സിനിമയുടെ OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 15-നായിരിക്കും സിനിമ മനോരമ മാക്സിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മിറാജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കൂമൻ സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫും ആസിഫ് അലിയും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് മിറാജ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആസിഫ് അലിയുടെ നായികയായിട്ട് അപർണ ബാലമുരളിയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിന്റെ മോഷൻ പോസ്റ്റർ ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സ് വാതിൽ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അഞ്ജലി, അനുസിത്താര, വിനയ് ഫോർട്ട് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ജനുവരി മാസത്തിലായിരിക്കും റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-ന് മനോരമ മാക്സിൽ വാതിൽ എന്ന സിനിമ OTT റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് NTR നീൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രശാന്ത് നീല് ജൂനിയർ NTRനെ വെച്ച് നിർമ്മിക്കുന്ന സിനിമയാണ് NTR നീല്. ഇതൊരു താൽക്കാലിക പേര് മാത്രമാണ്. ഈ സിനിമയിൽ 2 മലയാളി ആക്ടർ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ടോവിനോ തോമസും രണ്ടാമത്തേത് ബിജു മേനനുമാണ്. 2026-ലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും പോസിറ്റീവാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈ ആഴ്ചയായിരിക്കും OTT റിലീസിന് എത്താൻ പോകുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 15-ന് ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ടോസിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യാഷിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ടോസിക്. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ജനുവരി 8-ന് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തേര് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം നേടിയ ത്രില്ലർ സിനിമയാണ് തേര്. ഈ സിനിമയുടെ OTT ആരും തന്നെ വാങ്ങിച്ചിട്ടില്ല. ബാബുരാജ്, കലാഭവൻ ഷാജോണാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിലാണ് റിലീസായിരിക്കുന്നത്. സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണിത്. ഇതൊരു മാസ് ആക്ഷൻ മൂവിയാണ്. ഈ സിനിമയുടെ റിലീസ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 10-ന് ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസിനുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളിക്ക് കുറച്ചെങ്കിലും പോസിറ്റീവ് കിട്ടിയ സിനിമയായിരുന്നു രാമചന്ദ്ര. ഈ സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമയ്ക്ക് നല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. നിവിൻ പോളി, വിനയ് ഫോർട്ട്, മമിത ബൈജു, ജാഫർ ഇടുക്കി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സിനിമ ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30-ന് ആമസോൺ പ്രൈമിൽ രാമചന്ദ്രൻ എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നിവിൻ പോളിയുടെ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പ്രേമ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും ഒന്നിക്കുന്ന സിനിമ വരാൻ പോവുകയാണ്. ഇതിന്റെ ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ വർഷം സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. നിവിൻ പോളിയുടെ അടുത്ത് ഹിറ്റാകാൻ പോകുന്ന സിനിമയായിരിക്കും ഇത്. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ 5 ദിവസം കൊണ്ട് 6,50 ലക്ഷം രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ടോവിനോ തോമസ്, തൃഷ, സഞ്ജയ് ദത്താണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് 12,50 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ സിനിമ റിലീസിനെത്തിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൃഷഭ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
മൾട്ടി ലാംഗ്വേജിൽ ഒരുങ്ങുന്ന സിനിമയാണ് വൃഷഭ. വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണിത്. ഇപ്പോഴിതാ ഈ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലെ മുംബൈയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമ എല്ലായിടത്തും ഹിറ്റായി. കേരളത്തിൽ നിന്ന് മാത്രം 40 കോടി 50 ലക്ഷം രൂപ സിനിമ കളക്ഷൻ നേടി. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസിനെത്തുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് മാർക്കോ. ഇപ്പോഴിതാ മാർക്കോ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വലിയ തുകയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ഫെബ്രുവരി 5-നായിരിക്കും മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസിനെത്തുന്നത്. ഇതിനോടകം തന്നെ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപ്, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ഓണത്തിന് റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ED സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സുരാജ് വെഞ്ഞാറുമൂട്, ഗ്രേസ് ആന്റണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഫാമിലി മൂവിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ എക്സ്ട്രാ ഡീസൻ എന്ന സിനിമ ജനുവരി 2nd വീക്കിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-നുള്ളിൽ ED സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് മദ്രാസുകാരൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഷൈനികം നായകനായ തമിഴ് സിനിമയാണ് മദ്രാസുകാരൻ. ഈ ജനുവരി 10-ന് സിനിമ തിയേറ്ററുകളിൽ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമയുടെ തീയതി ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ആരാധകർ കാത്തിരുന്ന് മടുത്തു. ജോജു ജോർജാണ് സിനിമയിലെ നായകൻ. അതുപോലെ സാഗർ സൂര്യയും അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ജോജുവിന്റെ ആദ്യത്തെ സംവിധാന സിനിമയാണ് പണി. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സിനിമ സ്വീകരിച്ചു. തൃശ്ശൂരിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. പണി സിനിമയുടെ OTT സോണി ലീവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി 16-ാം തീയതി പണി എന്ന സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് ഈ ഡേറ്റിൽ മാറ്റം വരില്ല. കൃത്യം 16-ന് തന്നെ പണി റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് ഒരുപാട് നാളായി. ഇതുവരെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. നസ്ലിൻ, ദിലീഷ് പോത്തൻ, അനിഷ്മ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കാതലൻ എന്ന സിനിമ ജനുവരി 17-നാണ് റിലീസ്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് ഇതിൽ മാറ്റം വരില്ല. കൃത്യം 17-ന് തന്നെ കാതലൻ സിനിമ OTT-യിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാലയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകൻ, സംഗീത, അപർണദാസ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജനുവരി 8-ന് ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. അതായത് ഇന്ന് രാത്രിയോ നാളെയോ ആയിട്ട് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ആനന്ദ് ശ്രീബാല OTT-യിലെത്തുന്നത്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹണ്ട് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. കാരണം അത്രയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഇതൊരു ഹൊറർ സസ്പെൻസ് മൂവിയാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ തീയതി വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ജനുവരി മാസത്തിൽ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-നുള്ളിൽ ആമസോൺ പ്രൈമിൽ ഹണ്ട് വരും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.